ഇത് വലിയ നാരകമാണ്. ഇത് ഞാൻ വച്ചിട്ട് 4 വർഷമായി. ഇതിൻ്റെ ഇലകൾ സമ്മന്തി അരക്കാൻ നല്ല രസമാണ്. കായ തുടങ്ങിയിട്ടില്ല. ഇത് അരിനെല്ലിയാണ്. ഉപ്പിലിട്ടാൽ കുട്ടികൾക്ക് വിശേഷപ്പെട്ട സാധനം. പോഷകസമ്പുഷ്ടമായ അരിനെല്ലിക്ക. മുറ്റത്ത് നിൽക്കുന്ന വെളുത്ത മൂവാണ്ടൻ മാങ്ങമരം. കൂടെ തന്നെ ഒരു ചക്കരപ്ലാവുമുണ്ട്. മുറ്റത്ത് തന്നെ നിൽക്കുന്ന നാടൻ നെല്ലിമരമാണ്. ഇത് ഞാൻ വെച്ചിട്ട് 5 വർഷമായി. കായ തുടങ്ങിയിട്ടുണ്ട്. 2 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണിത്. ഇത് വെച്ചിട്ടിപ്പം 6 മാസമായി. നിറയെ കായയോടെ നിൽക്കുന്ന സീതാപ്പഴമാണ്, കസ്റ്റാർഡ് ആപ്പിൾ. ഇത് കുട്ടികൾക്ക് പഴുത്താൽ ഇഷ്ടമുള്ളൊരു ഫലമാണ്. ഇത് മുള്ളൻ ചക്കയാണ്. നിറയെ കായയുണ്ട്. ഇപ്പോൾ ഇത് ബ്ലഡിൻ്റെ കൗണ്ട് കൂടാൻ ഉത്തമമായ ഒരു ഫലമാണ്. ഇത് ഉണ്ണിച്ചേമ്പാണ്, മോരുകറിക്ക് വിശേഷപ്പെട്ടത്. 1 കിലോയോളം വലിപ്പമുള്ള പേരമരമാണ്. പേരയ്ക്ക വളരെ നല്ലതാണ് വിരശല്യത്തിന്. ഈ സപ്പോട്ടയെ വെച്ചിട്ട് 6 വർഷമായി. നിറച്ച് കായ തരാറുണ്ട്. നിറച്ച് കാച്ചു നിൽക്കുന്ന ചെറുനാരകമാണ്. ഇവളെ ഞാൻ വെച്ചിട്ട് 6 വർഷമായി. കൂടെ ഒരു കുഞ്ഞിത്തൈ കൂടെ ഉണ്ട്. ഈ ചാമ്പക്കുട്ടനെ വെച്ചിട്ട് 4 വർഷമായി. നിറയെ കായ തരാറുണ്ട്. എല്ലാം സീതാപ്പഴത്തിൻ്റെ ചെടികളാണ്. നിറച്ച് കായ തരാറുണ്ട്. പവിഴമല്ലി, ഓണത്തിന് പൂവിടാൻ വിശേഷപ്പെട്ട ചെടി. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വച്ചിട്ടിപ്പം 1 വർഷമായി. ഇത് മുസാമ്പിയാണ്. ഇവളെ ഞാൻ വെച്ചിട്ട് 3 വർഷമായി. കഴിഞ്ഞ സീസണിൽ അവൾ നല്ല കായ തന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. ഉണ്ണിച്ചേമ്പിനൊപ്പം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് പൂളയാണ്. നല്ല ടേസ്റ്റുള്ള വേഗം വേവുന്ന പൂളത്തോട്ടം. നാടൻ വെണ്ടയാണ്. ഉപ്പേരി വെക്കാൻ സൂപ്പറാണ്. കുഞ്ഞു നിൽക്കുന്ന കറിവേപ്പാണ്. ഇഷ്ടംപോലെ കറികളിൽ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. പഴനിയിൽ നിന്നും കൊണ്ടുവന്ന പേരക്കയാണ്. നിറച്ച് കാച്ചു നിൽക്കുകയാണ്. സ്വാദിഷ്ടമായ കടച്ചക്കയാണിത്. ഇവൾ എനിക്ക് ധാരാളം കായകൾ തരാറുണ്ട്. ഇപ്പോൾ സീസൺ കഴിഞ്ഞിരിക്കുന്നു. പാടിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ബിസ്ക്കറ്റ് പൂളയാണിത്. വളരെ സ്വാദിഷ്ടമായ പൂളയാണ് ഇത്. തൊട്ടടുത്ത് തന്നെ ധാരാളം ഉണ്ണിച്ചേമ്പിൻ്റെ ചെടി വളർന്നു വന്നിട്ടുണ്ട്. മാങ്ങ ഇഞ്ചിയാണ്. അച്ചാറിടാൻ സൂപ്പറാണ്. ഞാൻ വെച്ചിട്ടിപ്പോൾ 1 വർഷമായി. എൻ്റെ വിറകുപുരയിൽ പടർന്നു കയറിയിരിക്കുകയാണ് കുമ്പളച്ചേട്ടൻ. ഇലമംഗലമാണ്. ഇത് ബിരിയാണിയിലൊക്കെ നമ്മൾ ഇടാറുണ്ട്. ഇതിൻ്റെ ഇലയിൽ ചക്കയട വെച്ച് കഴിച്ചാൽ വളരെ ടേസ്റ്റാണ്. ഇടുക്കിയിൽ ഇതിനെ ഉപയോഗിച്ചു കൊണ്ടൊരപ്പം ഉണ്ടാക്കും, പൂച്ചപ്പം. വളരെ പേര് കേട്ടതാണ്. ഇതുപോലത്തെ 3 ഇലമംഗല മരം ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടിപ്പം 4 വർഷമായി. പപ്പായയും ഉണ്ട് കേട്ടോ. ഇതൊരു ബ്രൗൺ പേരയാണ്. ഇത് കായ്ച്ചിട്ടില്ല. ഇവനെ ഞാൻ വച്ചിട്ടിപ്പം 2 വർഷമായി. കുരുമുളകാണ്, നല്ല കറുത്ത കുരുമുളക്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാച്ചിൽ കൂടെ പടർത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുരുമുളക് തൊടി മുഴുവനുണ്ട്. വാഴകളും ചേനകളും ഒപ്പം കവുങ്ങും തെങ്ങും നിറഞ്ഞ എൻ്റെ തൊടി. മുറ്റത്ത് നിൽക്കുന്ന കൊന്നമരം കണ്ടോ? വിഷു ആയാൽ എനിക്ക് നിറയെ കൊന്നപ്പൂ തരാറുണ്ട്. എനിക്ക് നാടൻ പൂക്കളോടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നിറഞ്ഞു പൂത്തൻ്റെ നന്ദ്യാർവട്ടം. മുറ്റത്ത് നിൽക്കുന്ന 2 മാവുകളാണിത്. ഒന്ന് സുന്ദരനും ഒന്ന് സുന്ദരിയും. സുന്ദരി നിറച്ച് കാച്ചിട്ടുണ്ട്. സുന്ദരൻ കായ്ക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്നു.